ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനലി ബ്ലോക്കിനെ കുറിച്ചാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് എക്സെപ്ഷൻ എന്ന് കണ്ടു, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്താണെന്ന് കണ്ടു, ദെൻ ഡിഫറെൻറ്റ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കീവേഡ്സ് എന്താണെന്ന് കണ്ടു. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 5 കീവേഡ്സാണ് ഉള്ളത്: ട്രൈ, ക്യാച്ച്, ഫൈനലി, ത്രോ, ത്രോസ്. അതിൽ ട്രൈയും ക്യാച്ചും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത കീവേഡാണ് ഫൈനലി എന്ന് പറയുന്ന ബ്ലോക്ക്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ 3 കേസസാണ് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും 3 കേസസ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 3 കേസസും വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് ഫൈനലി. ശരിക്കും ഫൈനലി എന്ന് പറഞ്ഞാൽ ആ ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്ത് വന്നാലും എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ള ഒരു ബ്ലോക്കാണ് ഈ ഫൈനലി എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഈ ട്രൈയും ക്യാച്ചൊക്കെ ആണെങ്കിൽ എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ലൈൻ ഓഫ് കോഡിനെ നമ്മൾ ട്രൈക്കകത്തിടും. അത് ക്യാച്ച് ചെയ്യുന്നത് ഏത് എക്സെപ്ഷൻ ആണെന്നുള്ള ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷനെ ഡിസറപ്റ്റ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഫൈനലി ബ്ലോക്ക് എന്നുള്ളത്. So finally block is a block that is used to execute important code such as closing connection, stream connection, etc. ഇപ്പം നമ്മളൊരു സ്ട്രീം ഓപ്പൺ ചെയ്താൽ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം ഓപ്പൺ ചെയ്ത് അത് ക്ലോസ് ചെയ്യുന്നോ, അപ്പോൾ അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് കോഡ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫൈനലി ബ്ലോക്കിൻ്റെ അകത്താണ് കൊടുക്കുന്നത്. അതായത് ഇപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതും കൂടെ അടുത്ത ലൈനും കൂടെ നമുക്ക് പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. ജാവ ഫൈനലി ബ്ലോക്ക് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ് വേർ എക്സെപ്ഷൻ ഈസ് ഹാൻഡിൽഡ് ഓർ നോട്ട്. ഇപ്പം എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചു. ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദ കോഡ് എക്സിക്യൂട്ട് ആവത്തില്ല അല്ലേ. പക്ഷേ ഈവൻ ഒരു എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തില്ലെങ്കിലും ചെയ്താലും ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതായത് എനിക്ക് ചില കോഡ്സ് ഉണ്ട്, ചില ലൈൻ ഓഫ് കോഡുണ്ട്, എൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ പ്രോഗ്രാമിൽ അത് അത്യാവശ്യമാണ്. പക്ഷെ അത് എനിക്ക് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യൂ ഇല്ലേ എന്നൊരു ഡൗട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അങ്ങനത്തെ ഒക്കെ കേസ് വരുമ്പം നമുക്ക് ഫൈനലി ബ്ലോക്കിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതൊരു സൊല്യൂഷനാണ്. ഞാൻ എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രൈയും ക്യാച്ച് ബ്ലോക്കിന് ശേഷം മാത്രമേ ഫൈനലി ബ്ലോക്ക് വരത്തുള്ളൂ. ഇറ്റ് ഓൾവേസ് ഫോളോസ് ട്രൈ ഓർ catch block. So what is a finally block? It is used to execute important code such as closing, connection, stream, etc. It is always executed whether exception is handled or not, and it always follows try or catch block. Just idonnu nokkike. ഇതൊന്ന് നോക്കിക്കേ. ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. നമ്മുടെ പ്രോഗ്രാം കോഡാണ്. ഇപ്പോൾ ആ പ്രോഗ്രാം കോഡിൻ്റെ അകത്ത് പെട്ടെന്ന് ഒരു എക്സെപ്ഷൻ ഒക്കർ ചെയ്തു എന്ന് വിചാരിച്ചു. ഇപ്പം എക്സെപ്ഷൻ ഒക്കർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ എക്സെപ്ഷൻ ഒക്കർ ചെയ്തു എന്ന് വിചാരിച്ചോ, ചെയ്താൽ എന്ത് ചെയ്യും? ആ എക്സെപ്ഷൻ ഒക്കർ ചെയ്താൽ ഒന്നിൽ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യും അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യത്തില്ല. അതാണ് 2 കേസസ് വരുന്നത്. എക്സെപ്ഷൻ ഹാൻഡിൽഡ് ആണോ അല്ലയോ. ഇപ്പോൾ എക്സെപ്ഷൻ ഒക്കർ ചെയ്തു പക്ഷേ എക്സെപ്ഷൻ ഹാൻഡിൽഡ് അല്ല, നോ ആണെങ്കിൽ എന്താണ് ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പം പ്രോഗ്രാമിൻ്റെ അകത്ത് എക്സെപ്ഷൻ ഒക്കർ ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ എക്സെപ്ഷൻ ഒക്കർ ചെയ്തു അത് ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ എക്സെപ്ഷൻ ഒക്കർ ചെയ്തു അത് ഹാൻഡിൽ ചെയ്താൽ എന്ത് ചെയ്യും? ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. സോ എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തില്ലെങ്കിലും ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്താൽ അത് ഹാൻഡിൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 3 കേസസ് വരുന്നുണ്ടല്ലേ. ഇപ്പോൾ എക്സെപ്ഷൻ ഒന്നും ഒക്കർ ചെയ്യുന്നില്ല എന്നൊരു കേസ്, പിന്നെ എക്സെപ്ഷൻ ഒക്കർ ചെയ്യുന്നുണ്ട് ഹാൻഡിൽ ചെയ്തില്ല എന്നുള്ളൊരു കേസ്, പിന്നെ എക്സെപ്ഷൻ ഒക്കർ ചെയ്യുന്നുണ്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള കേസ്. അങ്ങനെ 3 കേസസ് വരും. ആ 3 കേസസാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് ഞാൻ എന്താ പറയുന്നത് നോക്കിക്കേ. ഫസ്റ്റ് കേസ് പറയുന്നത് ജാവ ഫൈനലി എക്സാമ്പിൾ വേർ എക്സെപ്ഷൻ ഡസൻറ്റ് ഒക്കർ.
എക്സെപ്ഷൻ ഒക്കർ ചെയ്യുന്നില്ല എന്നൊരു കണ്ടീഷൻ, അതാണ് എക്സെപ്ഷനേ ഒക്കർ ചെയ്യുന്നില്ല. അത് നമ്മുടെ ഇത് ആദ്യത്തെ ഈ കേസ് വരുന്നത് കണ്ടാൽ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. എക്സെപ്ഷൻ ഒക്കർ ചെയ്യുന്നില്ല, എക്സെപ്ഷൻ ഒക്കർ ചെയ്യുന്നില്ല, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ ഒക്കർ ചെയ്യുന്നു പക്ഷെ ഹാൻഡിൽ ചെയ്യുന്നില്ല, അതാണ് നമ്മുടെ സെക്കൻഡ് കേസ്. എക്സെപ്ഷൻ ഒക്കർ ചെയ്യുന്നു പക്ഷെ ഹാൻഡിലും ചെയ്യുന്നു, അതാണ് നമ്മുടെ തേർഡ് കേസ്. ഈ 3 കേസാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് കേസ് എന്താ പറയുന്നത്? എക്സെപ്ഷൻ ഡസൻ ഒക്കർ. അങ്ങനെ വന്നാലും ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ഞാൻ പറയുന്നു. അപ്പം നോക്കിക്കേ, എൻ്റെ ക്ലാസ്സിൻ്റെ പേര് കേസ് 1. ദെൻ അതിൻ്റെ അകത്ത് ട്രൈ ബ്ലോക്ക്. എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള കോഡ് ആണ് ട്രൈൻ്റെ അകത്ത് ഇടുന്നത്. ഇപ്പം ഞാൻ ട്രൈൻ്റെ അകത്ത് ഇടുന്നത് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാത്ത കോഡാണ്. അത് 25/5 എന്തെങ്കിലും എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഡേറ്റ എന്താണ് പ്രിൻറ്റ് ചെയ്യുന്നത്? system.out.println ഡേറ്റയുടെ വാല്യൂ 25/5 എന്ന് പറഞ്ഞാൽ 5 എന്ന് കിട്ടും. എന്നിട്ട് ഇവിടെ എക്സെപ്ഷൻ ഉണ്ടായാൽ അതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അർത്ഥമെറ്റിക് എക്സെപ്ഷൻ എന്ന് കൊടുത്തിരിക്കുന്നത്. system.out.println എക്സെപ്ഷൻ എന്ന് കൊടുത്തു. അപ്പം ട്രൈ വന്നു കഴിഞ്ഞാൽ ക്യാച്ച് എന്തായാലും കൊടുക്കണമല്ലോ, അപ്പോൾ അത് ട്രൈയും ക്യാച്ചും കൊടുത്തു. അപ്പോൾ ഇവിടെ എക്സെപ്ഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു? ഫൈനലിയും വിത്തിൻ ബ്രേസിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കും. ഇതെവിടെ നോക്കിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫൈനലി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ഇതാണ് ഫൈനലി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. system.out.println ഫൈനലി ബ്ലോക്ക് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ്. കാരണം എക്സെപ്ഷൻ ഇല്ലെങ്കിൽ ഫൈനലിൻ്റെ അകത്തുള്ള ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നിട്ട് പറഞ്ഞത് ഈ ബ്ലോക്കും എക്സിക്യൂട്ട് ചെയ്യും അല്ലേ? കാരണം എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള നോർമൽ ഫ്ലോ ഓഫ് ദ പ്രോഗ്രാമിനെ ഡിസറപ്റ്റ് ചെയ്യോ? ഇല്ല. അപ്പോൾ റെസ്റ്റ് ഓഫ് ദ കോഡും എക്സിക്യൂട്ട് ആവും. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് അപ്പോൾ എങ്ങനെ വരും നോക്കിക്കേ. ഔട്ട്പുട്ട് തന്നെ ഇങ്ങനെ വരും. അതായത് എങ്ങനെ വരും? നമ്മുടെ ഇവിടെ എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തതിനകത്തുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് 5 എന്ന് അവിടെ വരും. പിന്നെ എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തില്ലെങ്കിലും ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന വരും. അതായത് ഫൈനലി ബ്ലോക്ക് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ്, അതും വരും. അത് കഴിഞ്ഞിട്ട് നോർമൽ ഫ്ലോ ഓഫ് ദ പ്രോഗ്രാമും വരും. ദാറ്റ് ഇസ് റെസ്റ്റ് ഓഫ് ദ കോഡ്. സോ ദിസ് ഈസ് ദ ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമുക്ക് ഇതില്ലെങ്കിലും എക്സെപ്ഷൻ ഒക്കർ ചെയ്തില്ലെങ്കിലും ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളപ്പോൾ മനസ്സിലായല്ലോ. ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സെപ്ഷൻ ഒക്കർ ചെയ്തു പക്ഷെ ഹാൻഡിൽ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ട്രൈയും ക്യാച്ചും ഉണ്ടല്ലോ, പിന്നെ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ ട്രൈൻ്റെ അകത്ത് വന്നിരിക്കുന്നത് 25/0. അവിടെ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യത്തില്ലേ? ഡെഫിനറ്റ്ലി ജനറേറ്റ് ചെയ്യും. കാരണം എന്താണ്? അതൊരു അർത്ഥമെറ്റിക് എക്സെപ്ഷനാണെന്ന് നമുക്കത് കണ്ടാൽ മനസ്സിലാവും. divide/0. പക്ഷെ ഞാൻ ക്യാച്ച് ചെയ്യുന്നത് ഏത് എക്സെപ്ഷനാണെന്ന് നോക്കിക്കേ. നൾ പോയിൻ്റർ എക്സെപ്ഷൻ. അർത്ഥമെറ്റിക് എക്സെപ്ഷൻ എന്നല്ലേ അവിടെ വരേണ്ടത്. ഞാൻ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? നൾ പോയിൻ്റർ എക്സെപ്ഷൻ എന്നാണ് വരുന്നത്. അപ്പോൾ ഒരു എക്സെപ്ഷൻ മിസ് മാച്ച് വരുമ്പോഴത്തേക്കും ക്യാച്ച് ബ്ലോക്ക് ഇവിടെ നോക്കുന്നത് എന്താണ്? ത്രോൺ ഫോർ നൾ പോയിൻ്റർ എക്സെപ്ഷനാണ്. അർത്ഥമെറ്റിക് എക്സെപ്ഷൻ അല്ല ഞാൻ ഇവിടെ കൊടുത്തത്. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യത്തില്ല. ഇവിടെ ആ നൾ പോയിൻ്റർ എക്സെപ്ഷന് പകരം അർത്ഥമെറ്റിക് എക്സെപ്ഷനാണ് വന്നിരുന്നെങ്കിൽ കറക്റ്റ് ആകുമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു അർത്ഥമെറ്റിക് എക്സെപ്ഷൻ നടന്നിട്ട് പക്ഷെ എന്തായില്ല? അതിനെ ക്യാച്ച് ചെയ്തത് നൾ പോയിൻ്റർ എക്സെപ്ഷനാണ്. അതായത് നൾ പോയിൻ്റർ ക്യാച്ച് ബ്ലോക്ക് ലുക്സ് ഫോർ ഓൺലി ഫോർ ദ നൾ പോയിൻ്റർ എക്സെപ്ഷൻ. അപ്പോൾ നൾ പോയിൻ്റർ എക്സെപ്ഷൻ അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ എക്സെപ്ഷൻ എന്താവത്തില്ല? ഹാൻഡിൽ ചെയ്യത്തില്ല. എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദ കോഡ് എന്ത് ചെയ്യത്തില്ല? എക്സിക്യൂട്ട് ആവത്തില്ല. അപ്പോൾ റെസ്റ്റ് ഓഫ് ദ കോഡായ അത് എക്സിക്യൂട്ട് ആവില്ല. ബട്ട് സ്റ്റിൽ ഫൈനലി ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ്. ഫൈനലി ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ്. സോ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും നോക്കിക്കേ. കണ്ടോ? ഫൈനലി ബ്ലോക്ക് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ് അത് വരും. പിന്നെ എന്താണ്? ഒരു അർത്ഥമെറ്റിക് എക്സെപ്ഷൻ ഇവിടെ ജനറേറ്റ് ചെയ്തു എന്നുള്ള കാണിക്കും. പക്ഷേ റെസ്റ്റ് ഓഫ് ദ കോഡ് ഇവിടെ വന്നോ? റെസ്റ്റ് ഓഫ് ദ കോഡ് വരത്തില്ല. കാരണം ഫൈനലിക്ക് ശേഷമുള്ള നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ അവിടെ ഡിസറപ്റ്റ് ചെയ്തു. ക്ലിയർ? അപ്പോൾ ഇവിടെ നടന്ന എന്താണ്? ഇവിടെ എക്സെപ്ഷൻ ഒക്കർ ചെയ്തു പക്ഷെ ഹാൻഡിൽ ചെയ്തില്ല. എന്നാലും ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ നോർമൽ ഫ്ലോയിനെ ഡിസറപ്റ്റ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ?
അപ്പോൾ ഇതാണ് കേസ് 2. കേസ് 2 മാത്രം നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണ്, ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, എത്രയേ ഉള്ളൂ. ഫൈനലി ബ്ലോക്ക് ഈവൻ ദോ എക്സെപ്ഷൻ ഇസ് നോട്ട് ഹാൻഡിൽ, ദ ഫൈനലി ബ്ലോക്ക് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ്. അത് മാത്രം ഓർത്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് കേസ് നോക്കുക. തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സെപ്ഷൻ ഒക്കറും ചെയ്തു ഹാൻഡിലും ചെയ്തു. അതായത് 25/0. അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ എന്താണ്, അർത്തമെറ്റിക് എക്സെപ്ഷനാണ്. അപ്പോൾ ക്യാച്ച് ബ്ലോക്ക് എന്ത് ചെയ്തു, അവിടെ നൾ പോയിൻറ്ററിന് പകരം ഞാൻ കൊടുത്തിരിക്കുന്ന അർത്തമെറ്റിക് എക്സെപ്ഷൻ. അർത്തമെറ്റിക് എക്സെപ്ഷൻ എന്നാൽ ക്യാച്ച് ബോക്സ് ലുക്സ് ഫോർ ഓൺലി ദ അർത്തമെറ്റിക് എക്സെപ്ഷൻ. കാരണം അർത്തമെറ്റിക് എക്സെപ്ഷൻ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ക്യാച്ച് ബ്ലോക്ക് എന്ത് ചെയ്യുന്നു, ലുക്സ് ഓൺലി ഫോർ ദ അർത്തമെറ്റിക് എക്സെപ്ഷൻ. അർത്തമെറ്റിക് എക്സെപ്ഷൻ വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് ക്യാച്ച് ബ്ലോക്ക് നോക്കും. അപ്പോൾ യെസ്, ഡെഫിനറ്റ്ലി ഈ ട്രൈ ബ്ലോക്കിൻ്റെ അകത്ത് അത് വന്നു കഴിഞ്ഞു. ഓക്കെ, ആ ട്രൈ ബ്ലോക്കിൻ്റെ അകത്ത് അത് വന്നു കഴിഞ്ഞു. സോ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരും, ഹാൻഡിൽഡ് എക്സെപ്ഷൻ എന്ന് വരും. ദാറ്റ് ഈസ് എക്സെപ്ഷൻ അവിടെ ഹാൻഡിൽ ചെയ്തു. എന്നാൽ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്താലും നമ്മുടെ ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യത്തില്ലേ. അപ്പോൾ ഫൈനലി ബ്ലോക്ക് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ് വരും. എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തതുകൊണ്ട് റെസ്റ്റ് ഓഫ് ദ കോഡും വരും. സോ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുമെന്നൊന്ന് നോക്കിക്കേ. ഔട്ട്പുട്ട് എങ്ങനെ വരും? യെസ്, ഇവിടെ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തു, അതുകൊണ്ട് അത് വരും. ഫൈനലി ബ്ലോക്ക് ഓൾവേസ് എക്സിക്യൂട്ടഡ്, അത് വരും. പിന്നെ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തുകൊണ്ട് റെസ്റ്റ് ഓഫ് ദ കോഡും വരും. ക്ലിയർ? സോ അപ്പം ഇത്രയേ ഉള്ളൂ. ഫൈനലി ബ്ലോക്ക് എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമുക്ക് 3 കേസസ് വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ. ഇപ്പം ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പം എക്സെപ്ഷൻ ഒക്കർ ചെയ്യാം. ഇപ്പം എക്സെപ്ഷൻ ഒക്കർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ എക്സെപ്ഷൻ ഒക്കർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പം എക്സെപ്ഷൻ ഒക്കർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ വേണമെങ്കിൽ ഹാൻഡിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യത്തില്ല. ഇപ്പോൾ എക്സെപ്ഷൻ ഒക്കർ ചെയ്തു ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ അങ്ങനെ ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ബാക്കി റെസ്റ്റ് ഓഫ് ദ കോഡൊന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇനി എക്സെപ്ഷൻ ഹാൻഡിൽ ഒക്കർ ചെയ്തു ഹാൻഡിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, റെസ്റ്റ് ഓഫ് ദ കോഡും എക്സിക്യൂട്ട് ചെയ്യും. ഇത് മാത്രം ഓർത്താൽ മതി. ഫൈനലി ബ്ലോക്ക് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ് ഈവൻ വെൻ എക്സെപ്ഷൻ ഒക്കേർഡ് ഓർ നോട്ട്. ആൻഡ് ഈവൻ വെൻ എക്സെപ്ഷൻ ഒക്കേർഡ്, ഇഫ് ഇറ്റ് ഈസ് ഹാൻഡിൽഡ് ഓർ നോട്ട്, സ്റ്റിൽ ഫൈനലി ബ്ലോക്ക് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ്. അപ്പോൾ 3 കേസസ് ഓർത്ത് വയ്ക്കുക. എങ്ങനെയാണെങ്കിലും ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റെസ്റ്റ് ഓഫ് ദ കോഡ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, ബട്ട് സ്റ്റിൽ ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ? ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ തന്നെയാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഫൈനലി ബ്ലോക്കിൻ്റെ യൂസേജ് 3 കേസസ് വരും. ഫൈനലി മീൻസ് എന്തായാലും ഫൈനലി എക്സിക്യൂട്ട് ചെയ്യും, അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഫൈനലി എക്സിക്യൂട്ട് ചെയ്യും. വാട്ട് ഓൾ എക്സിക്യൂഷൻ ഓക്കേഴ്സ്, ഇത് തന്നെ നടക്കും. ഫൈനലി ബ്ലോക്ക് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ്. ഓക്കെ, ക്ലിയർ? നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ത്രോയും ത്രോസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. Thank you.